നമസ്കാരം, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്നത് നിങ്ങളെ ആരാണോ ചതിക്കുന്നത്, വഞ്ചിക്കുന്നത്, അവര് എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്, അതാണ് നമ്മൾ നോക്കുന്നത്. നിങ്ങളുടെ മനസ്സിലെല്ലാത്തിനും ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല, ഞാൻ അവരെ ഒരു തരത്തിലും ദ്രോഹിച്ചിട്ടില്ല, പിന്നെ ഇവരെന്തിനാണ് എന്നെ ദ്രോഹിക്കുന്നത് എന്നൊരു സംശയം നമ്മുടെ മനസ്സിലുണ്ടാവാറുണ്ട് അല്ലേ? അപ്പൊ അതിങ്ങനെയുള്ള ഒരു റീഡിംഗ് ആണ് ഞാൻ നോക്കാൻ പോകുന്നത്. നിങ്ങളെ ചതിക്കുന്നവര് എന്തുകൊണ്ടാണ് എന്ത് കാരണം കൊണ്ടാണ് നിങ്ങളെ ചതിക്കുന്നത് കേട്ടോ. അപ്പോ ജനറൽ റീഡിംഗ് ആണ്, എല്ലാവർക്കും റെസണേറ്റ് ചെയ്യില്ല. പേഴ്സണൽ റീഡിംഗ് വേണമെന്നുള്ളവർ, കുറച്ചും കൂടെ ക്ലാരിറ്റി കിട്ടാൻ വേണ്ടി പേഴ്സണൽ റീഡിംഗ് വേണമെന്നുള്ളവർക്ക് എൻ്റെ വാട്സാപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ, ഈ റീഡിങ്ങിന്റെ താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട്. ആവശ്യമുണ്ട് എന്ന് തോന്നുന്നവർക്ക് എന്നെ കോൺടാക്ട് ചെയ്യാം കേട്ടോ. പേഴ്സണൽ റീഡിങ്ങിന് ആയിട്ട് ഞാൻ ആരെയും അങ്ങോട്ട് കോണ്ടാക്ട് ചെയ്യാറില്ല റീഡിംഗ് എടുക്കൂ എന്ന് പറഞ്ഞിട്ട് കേട്ടോ. അങ്ങനെ ഒരാൾ പറഞ്ഞു, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്യാറില്ല. ഇതുവരെ ചെയ്തിട്ടുമില്ല, ഇനി ചെയ്യുകയുമില്ല. നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ എന്നെ കോണ്ടാക്ട് ചെയ്യാം റീഡിംഗ് എടുക്കണമെന്നുണ്ടെങ്കിൽ. അപ്പോ 3 കാർഡാണ് ഞാൻ സെലക്ട് ചെയ്ത് വെച്ചിട്ടുള്ളത്. റെഡ് റോസ്, യെല്ലോ റോസ്, വൈറ്റ് റോസ്. ഈ 3 റോസുകളാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ സെലക്ട് ചെയ്യാം. ഭഗവാൻ ശിവായ, ഓം ശിവായ, ഓം ശിവായ. ഇപ്പോൾ സെലക്ട് ചെയ്തിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഞാൻ രണ്ടാമത്തെയും മൂന്നാമത്തെയും ഒന്നാമത്തെയും റോസുകൾ മാറ്റി വെക്കുകയാണ്. ഇനി നമുക്ക് ഓറക്കിൾ മെസ്സേജ് വെച്ച് തുടങ്ങാം. ചില സമയത്ത് കാർമിക് സിറ്റുവേഷൻ ഒക്കെ ഉള്ളപ്പോഴാണ് നമ്മൾക്ക് ചതി പറ്റുക കേട്ടോ. അപ്പോ ആ വരുന്ന ആള്, നമ്മളെ ചതിക്കുന്ന ആൾക്ക് നമ്മളുമായിട്ടൊരു കാർമിക് ഡെറ്റ്, ഒരു കടമുണ്ടാവും. പിന്നെ ചില സമയത്ത് കർമ്മഫലം, നമ്മൾ അറിയാതെ ആർക്കെങ്കിലും ആരെയോടെങ്കിലും ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ കടം നമ്മൾ വീട്ടേണ്ടി വരും. അപ്പൊ ഭഗവാനെ ഓം നമഃ ശിവായ. എന്താണ് ഈ സിറ്റുവേഷനെ കുറിച്ച് നിങ്ങൾ അറിയേണ്ട കാര്യം? ഭഗവാനെ ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ. 2 കാർഡുകളാണ് ഇവിടെ വീണിട്ടുള്ളത്. ഇനി കാർഡുകൾ ഉണ്ടോ എന്ന് നോക്കാം. ഭഗവാനെ ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ. ഓൾറൈറ്റ്, ഈ 2 കാർഡുകള്, ഒന്ന് തേർഡ് ഐ ചക്ര, നമ്മളുടെ 3ാം കണ്ണ്, ശിവഭഗവാൻ ഉള്ള പോലെ നമുക്കും ഇവിടെ മർമ്മമാണെന്ന് പറയും ഈ സ്ഥലം. അപ്പോ അവിടെ അതിൽ കൂടിയാണ് നമുക്ക് ജ്ഞാനം, സിദ്ധി ഉണ്ടാവുക എന്നാണ് പറയുന്നത്. അപ്പൊ അത് ബ്ലോക്കാണ്. നിങ്ങൾക്ക് അവസ്ഥകളും സിറ്റുവേഷനും എന്തുകൊണ്ടാണ് ചില കാര്യങ്ങൾ സംഭവിക്കുന്നത് എന്നും തിരിച്ചറിയാൻ പറ്റുന്നില്ല. അപ്പൊ നിങ്ങളുടെ ഈ ചക്ര അൺബ്ലോക്ക് ചെയ്യണം എന്ന് പറയുന്നുണ്ട്. പിന്നെയുള്ളത്, കുറച്ചും കൂടെ ക്ഷമയോടെ കാര്യങ്ങൾ കാണണം, കുറച്ചും കൂടെ നിങ്ങൾ സ്പിരിച്വൽ ആകാനുണ്ട് എന്നാണ് പറയുന്നത്. ക്ഷമ ഒരു അത്യാവശ്യമായ കാര്യമാണ് നമ്മളുടെ ജീവിതത്തിൽ. എത്ര നമ്മൾ ഫാസ്റ്റ് മൂവിങ് ലൈഫ് ആണെങ്കിലും ക്ഷമയുണ്ടെങ്കിൽ പല കാര്യങ്ങളും നടന്നു കിട്ടും. ക്ഷമയില്ലെങ്കിൽ നടക്കാൻ പോകുന്ന കാര്യങ്ങൾ പോലും നടക്കാതെ ഇരിക്കും കേട്ടോ. അപ്പോ ക്ഷമ ഒരു വെർച്യൂ ആണെന്നാണ് പറയുന്നത്. മലയാളം എനിക്ക് അറിഞ്ഞൂടാ, ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കുന്നത് പ്ലീസ്. ഞാൻ എല്ലാ കാര്യവും ഗൂഗിൾ ചെയ്ത് നോക്കും. ഗൂഗിളിലില്ലാത്ത ഗൂഗിളിൽ നമുക്ക് എല്ലാം പറഞ്ഞു തരും കേട്ടോ. കണ്ണടച്ച് വിശ്വസിക്കണ്ട, എന്നാലും ഒരുവിധം എല്ലാ കാര്യങ്ങളും ഗൂഗിളിലുണ്ട്. ഓക്കെ. അപ്പോ ആദ്യത്തെ കളർ സെലക്ട് ചെയ്തവർക്ക് വേണ്ടിയിട്ടുള്ള റീഡിങ്ങിലേക്കാണ് പോകുന്നത്. നിങ്ങളുടെ ഈ ബന്ധം, ചതിക്കപ്പെടുന്ന ഈ ബന്ധം, ഇതിലെ ഓവറോൾ എനർജി എന്താണ്? നിങ്ങളും നിങ്ങളെ ചതിക്കുന്ന വ്യക്തിയും തമ്മിലുള്ള ബന്ധത്തിന്റെ ഓവറോൾ എനർജി. 8 ഓഫ് പെന്റക്കിൾസ് ആണ്. ഇതൊരു ഓഫീസിൽ നടക്കുന്ന പോലെയാണ് കാണിക്കുന്നത് കേട്ടോ. ഇത് ഓഫീസാണ്, വരുമാന സ്രോതസ്. അപ്പോ ഇവിടെ ഈ ജോലി, നിങ്ങളുടെ ചിലപ്പോൾ ടീമിലെ അംഗമായിരിക്കാം, നിങ്ങളുടെ ഓഫീസിൽ നിങ്ങളുടെ ബോസ് ആയിരിക്കാം, നിങ്ങളുടെ കമ്പനിയിൽ നിങ്ങളുടെ എംപ്ലോയി ആയിരിക്കാം. അങ്ങനെ ഒരാളാണ് നിങ്ങളെ വഞ്ചിക്കുന്നത്. അപ്പോൾ ചിലപ്പോ പണത്തിന്റെ കാര്യത്തിൽ, ചിലപ്പോ നിങ്ങളുടെ ഐഡിയാസ് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുക, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നുണ്ടാവും ഈ വ്യക്തി. അപ്പോ ഇതാണ് ഓവറോൾ എനർജി. ഇതിനെ നമുക്കൊന്ന് ക്ലാരിഫൈ ചെയ്യണം. നമുക്കൊന്ന് ക്ലാരിഫൈ ചെയ്യാം. 8 ഓഫ് പെന്റക്കിൾസ് എന്ന് പറഞ്ഞാൽ ടോറസ്, വെർഗോ, കാപ്രിക്കോൺ ആണ്, എർത്ത് എനർജി ആണ്.
എർത്ത് എനർജി ഉള്ളവര് വളരെ സിമ്പിൾ ആയ ആളുകളായിരിക്കും, അത്ര കോംപ്ലിക്കേഷൻസ് ഉണ്ടാവില്ല. അവർക്ക് യെസ് അല്ലെങ്കിൽ നോ ആണ്, മനസ്സിലായി, അങ്ങനത്തെ ആളുകളാണ്. പിന്നെ അതുമല്ല അവര് വളരെ സ്റ്റേബിൾ ആയ ഒരു സിറ്റുവേഷൻ ആഗ്രഹിക്കുന്നവരാണ്, ലോങ് ടേം പ്ലാൻ ചെയ്യുന്നവരാണ് അവരാണ്. അങ്ങനത്തെ എനർജിയാണ് എർത്ത് സയൻസ്. അപ്പോ എയ്റ്റ് ഓഫ് പെന്റിക്കിൾസിന് നമ്മൾ ജോലി സംബന്ധമായ എന്തോ ഒരു ബന്ധത്തിലുള്ള ഒരു പറ്റിക്കലാണെന്നാണ് പറയുന്നത്. എംപറർ വരുന്നുണ്ട്, പിന്നെയുള്ളത് 5 ഓഫ് കപ്സ് ആണ്. അപ്പോ എന്തോ ഒരു ഡിസപ്പോയിന്റ്മെന്റ്. അപ്പോ എന്തുകൊണ്ടാണ് ഇവർ നിങ്ങളെ ചതിക്കുന്നത്? എംപറർ എന്ന് പറയുമ്പോൾ ഏരീസ് സോഡിയാക് സൈൻ ആണ്. 5 ഓഫ് കപ്സ് എന്ന് പറയുമ്പോൾ ക്യാൻസർ, പൈസസ്, സ്കോർപിയോ ആണ്, ഇമോഷണൽ ആണ്. അപ്പൊ എന്തോ ഒരു ഇമോഷണൽ ആയിട്ട് ഈ നിങ്ങൾ അവരെ ഹേർട്ട് ചെയ്തിട്ടുണ്ട്, വാക്കുകൾ കൊണ്ടോ പ്രവൃത്തി കൊണ്ടോ. ചിലപ്പോ മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് ഇവരെ കളിയാക്കുക എന്തെങ്കിലും ചെയ്തിട്ടുണ്ടാവും. സോറി. ഏരീസ് എന്ന് പറയുമ്പോൾ ഫയർ സൈൻ ആണ്. ഫയർ സൈൻ ഒരിക്കലും അവര് ഭയങ്കര പ്രൗഡാണ്, ഭയങ്കര പ്രൗഡിയുള്ള ആളുകളാണ്. എന്ന് വെച്ചാല് വളരെയധികം അവര് എന്തൊക്കെയോ ആണെന്ന് വിശ്വസിക്കുന്ന, അവര് ഭയങ്കര എന്താ പറയുന്ന, പ്രൈഡിന് നമ്മൾ എന്താ പറയാ, ഒരു ഭയങ്കര സ്വയം റെസ്പെക്ട് ചെയ്യുന്ന ആളുകളാണ്. അപ്പൊ അവരെ മറ്റുള്ളവര് ഇൻസൾട്ട് ചെയ്യുക ചെയ്ത് അവർക്ക് ഭയങ്കരമായിട്ട് ഹേർട്ട് ചെയ്യും. അവരെങ്ങനെ പ്രതികരിക്കുമെന്ന് അറിയാൻ പറ്റില്ല നമുക്ക്. ഇവിടെ ഇന്ന് ഒരാള് പ്രതികരിക്കുന്നത് നിങ്ങളെ പറ്റിച്ചുകൊണ്ടാണ്. അപ്പൊ എന്തോ ഒരു പറ്റിക്കല് ഇവിടെ നടക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. അപ്പൊ ഇമോഷണൽ ഒരു ഡിസപ്പോയിന്റ്മെന്റ് വന്ന് നിങ്ങളുടെ ബന്ധത്തില് ഇമോഷണൽ ആയിട്ടുള്ള ഒരു ഡിസപ്പോയിന്റ്മെന്റ് വന്നത് കൊണ്ടാണ് ഈ വ്യക്തി നിങ്ങളെ വഞ്ചിക്കുന്നത് കേട്ടോ. ഇനി നമുക്ക് നോക്കാം. അപ്പോ ഞാൻ പറഞ്ഞു എന്താണ് സോഡിയാക് സൈൻ ഇതെല്ലാം. ഇനി ഇപ്പോ നിങ്ങളുടെ ഈ റിലേഷൻഷിപ്പിന്റെ അവസ്ഥ എന്താണെന്നാണ് നമ്മൾ നോക്കുന്നത്. നിങ്ങളുടെ ഈ റിലേഷൻഷിപ്പിന്, ഈ ബന്ധത്തിന്റെ, ഇത് എന്ത് തരം ബന്ധവും ആയിക്കോട്ടെ, ഈ ബന്ധത്തിന്റെ അവസ്ഥ എന്താണ്? എല്ലാ ബന്ധങ്ങളും സ്നേഹബന്ധങ്ങൾ, പ്രേമബന്ധങ്ങൾ ആവണമെന്നില്ല. ഓഫീസിലും നമ്മളെ ബന്ധുക്കളും പിന്നെ നമ്മളെ അയൽക്കാര്, നമ്മൾ പലതരത്തിലുള്ള ആളുകളുമായിട്ട് ഇടപെടുന്നുണ്ട്. ഇത് ഇപ്പോഴത്തെ അവസ്ഥ ചോദിച്ചപ്പോ ഇവിടെ നമുക്ക് 3 കാർഡാണ് വന്നിട്ടുള്ളത്. ഒന്ന് ഓപ്പർച്യൂണിറ്റീസ്, ഓപ്ഷൻസ് ഇഷ്ടം പോലെയുള്ള ഒരു അവസ്ഥയാണ്. അപ്പോ ഇത് ഒരു റിലേഷൻഷിപ്പ് കണക്ഷൻ ആവാൻ ചാൻസ് ഇല്ല, കാരണം ഇവിടെ ഇഷ്ടം പോലെ ഓപ്ഷൻസ് ഉണ്ട്. അപ്പൊ സ്ഥിരമായ ഒരു ബന്ധമല്ല. ഈ വ്യക്തി നിങ്ങളുമായിട്ട് പാർട്ട് ടൈം ജോലി ചെയ്യുന്ന ഒരാളായിരിക്കും, സ്ഥിരമായിട്ട് നിങ്ങളോടൊപ്പം വർക്ക് ചെയ്യുന്ന ഒരാളല്ല ഇതെന്നാണ് പറയുന്നത്. അപ്പോ ഇവിടെ ഒരു ട്രഡീഷണൽ അല്ലാത്ത ഒരു തരം ബന്ധമാണ് നിങ്ങളുടെ, നോർമൽ ആയിട്ടുള്ള ഒരു ബന്ധമല്ല ഇത്. ചിലപ്പോ എംപ്ലോയീസ് ആയിരിക്കാം, ചിലപ്പോ പാർട്ട് ടൈം ആയിട്ട് ജോലി ചെയ്യുന്ന ഒരാള്, സ്ഥിരമായിട്ട് നിങ്ങളുടെ എംപ്ലോയ്മെന്റിൽ നിൽക്കാത്ത ഒരാള്, ചിലപ്പോ നിങ്ങൾ പ്രോഡക്ട്സ് വാങ്ങിക്കുന്ന, നിങ്ങളുടെ ബിസിനസ്സിലേക്ക് വേണ്ട ആവശ്യമുള്ള പ്രോഡക്റ്റ് വാങ്ങിക്കുന്ന ഒരു വ്യാപാരി ആയിരിക്കാം ഈ എനർജി. അതുപോലെ തന്നെ അപ്പൊ ക്വാളിറ്റിയിൽ എന്തെങ്കിലും തിരിമറി നടത്തുന്നുണ്ടാവും. അപ്പൊ നിങ്ങൾ പ്രോമിസ് ചെയ്ത കാര്യം ഡെലിവർ ചെയ്തില്ലെങ്കിൽ അവര് നിങ്ങൾക്ക് പണി തരുന്നത് ക്വാളിറ്റിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടായിരിക്കാം. പിന്നെ വരുന്നത് ഓവർ കമ്മിറ്റഡ് ആണ്. വേറൊരു കാര്യം വരുന്നത്, ഈ വ്യക്തി ഡെലിവറി ചെയ്യാന്ന് പറഞ്ഞ സമയത്ത് ഡെലിവറി ചെയ്യാതിരിക്കുക, അല്ലെങ്കിൽ നിങ്ങൾ പ്രോമിസ് ചെയ്ത കാര്യം അതേ സമയത്ത് ഡെലിവറി ചെയ്യാതിരുന്നപ്പോൾ ഇവർക്ക് വന്ന ബുദ്ധിമുട്ടുകൾ മനസ്സിലായോ? അതൊക്കെ കൊണ്ടാണ് ഈ വ്യക്തി നിങ്ങളുമായിട്ട് നിങ്ങളെ ഇങ്ങനത്തെ ഒരു എനർജിയിൽ ഇവർ വന്നിരിക്കുന്നതെന്നാണ് പറയുന്നത് കേട്ടോ. ഇത് അപ്പൊ ഇവർക്ക് വേറെ അപ്പൊ നിങ്ങളോട് വാക്ക് പറഞ്ഞ് നിങ്ങളുടെ അടുത്ത് പ്രോഡക്റ്റ് എടുത്തോളാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇന്ന സമയത്ത് ഡെലിവറി തരാം, അങ്ങനെയൊക്കെ ഒരു ബിസിനസ് ഡീലാണിത്. അപ്പൊ ഇതിനകത്ത് ഇവർക്ക് വേറെ ഓപ്ഷൻസ് ഉണ്ടായിട്ടും നിങ്ങളെ ഡിപ്പെൻഡ് ചെയ്തിരുന്ന ഒരാളാണ്. പക്ഷെ ഇപ്പോ നിങ്ങൾ ആ വാക്ക് പാലിക്കാതിരുന്നത് കൊണ്ടോ, അല്ലെങ്കിൽ ഈ വ്യക്തിയാണ് വാക്ക് പാലിക്കാതിരിക്കുന്നത്, നിങ്ങളുടെ ഈ ഒരു അവസ്ഥ അങ്ങോട്ട് റിവേഴ്സൽ ആയിട്ടും വരാം കേട്ടോ. അപ്പോ അങ്ങനെ ഒരു അവസ്ഥ വന്നത് കൊണ്ടാണ്, നിങ്ങൾ വാക്ക് പാലിക്കാത്തത് കൊണ്ടാണ് ഈ വ്യക്തി നിങ്ങളുമായിട്ട് ഇപ്പൊ നിങ്ങളോട് ചതി കാണിക്കുന്നത്. നിങ്ങൾ അറിയാതെ വേറെ ആളുകളുടെ അടുത്തും പ്രോഡക്റ്റ് മേടിക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ നിങ്ങൾക്ക് തരുന്ന പ്രോഡക്റ്റിൽ ക്വാളിറ്റി കുറച്ചായിരിക്കും തരുന്നത്. എങ്ങനെയാന്ന് വെച്ചാല് മനസ്സിലാക്കുക. ക്യാൻസർ, പൈസസ്, സ്കോർപിയോ, ടോറസ്, വെർഗോ, കാപ്രിക്കോൺ. അങ്ങനെയാണെങ്കിൽ ഇവരുടെ സ്വഭാവം എങ്ങനത്തെയാണെന്ന് നമുക്ക് നോക്കാം. എങ്ങനെയുള്ള സ്വഭാവക്കാരാണ് ഇവര്? കുറച്ച് റിസ്ക് എടുക്കുന്ന ടൈപ്പ് ആളുകളാണ്, എടുത്തുചാട്ടമുള്ളവരാണ്. അതുപോലെ തന്നെ ഇവര് പെട്ടെന്ന് വാക്ക് മാറ്റുന്ന ആളുകളാണ്. ഇവര് സ്ഥിരമായിട്ടുള്ള എന്തെങ്കിലും പ്രശ്നം ഉണ്ടെന്ന് പറഞ്ഞാൽ ഇവര് ചാടിക്കളയും. ഇവര് മറ്റേയാളെ സഹായിക്കുന്നതിന് മുമ്പേ ഇവരുടെ സൈഡ് ക്ലിയർ ആക്കാൻ നോക്കും. അങ്ങനത്തെ സ്വഭാവമുള്ള ആളുകളാണ്.
പിന്നെ അതുമല്ല ആൾക്ക് മറ്റ് എപ്പോഴും അവരുടെ ഓപ്പർച്യൂണിറ്റി അവർക്ക് എന്ത് ഗുണമാണ് നിങ്ങളെ കൊണ്ട് കിട്ടുക അങ്ങനെ ചിന്തിക്കുന്ന ഒരു എനർജിയാണ് ഇവരെപ്പോഴും ചിലപ്പോ നിങ്ങളുമായിട്ടൊരു ലോങ് ടേം പ്ലാൻ ഒക്കെ ആഗ്രഹിക്കുന്ന അവരായിരിക്കാം. എന്തായാലും ഇവര് ശരിക്കും പറഞ്ഞാല് വളരെയധികം എന്താ പറയാ, ഇത് ചിലപ്പോ നിങ്ങളുടെ ബന്ധുവായിരിക്കാം, നിങ്ങളുടെ വിവാഹത്തിൽ കൂടെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു കയറിയ ഒരു വ്യക്തി ആയിരിക്കാം ഇത്. അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളിലും എപ്പോഴും മൂവ്മെന്റ് ആഗ്രഹിക്കുന്നു, ഒരു സ്ഥലത്ത് സ്ഥിരമായിട്ട് നിൽക്കാതെ. ഇപ്പോ അവർക്ക് എന്തെങ്കിലും ഒരു സാറ്റിസ്ഫാക്ഷൻ ഇല്ലാതെ വന്നാൽ ഉടനെ എന്താ പറയാ വേറെ സ്ഥലത്തേക്ക് പോകുന്ന ഒരു തരത്തിലുള്ള ഒരു എനർജി ആണെന്നാണ് പറയുന്നത്. ഇമോഷണൽ സാറ്റിസ്ഫാക്ഷൻ ഇല്ലെങ്കിൽ ഇവർ മുങ്ങിക്കളയും. അങ്ങനത്തെ ഒരു ഇമോഷണൽ സാറ്റിസ്ഫാക്ഷൻ ഇല്ലാത്തത് കൊണ്ടാണ് ഒരു പ്രശ്നം ഉണ്ടായതെന്ന് ഇവർ കാണിച്ചു. അപ്പോ അങ്ങനത്തെ സ്വഭാവമുള്ള ഒരാളാണ് ഇവിടെ അക്വേറിയസ് ഏരീസ്. ഇത് സ്കോർപിയോ ആണ്, ഇത് പൈസസ് ആണ്. അപ്പൊ വാട്ടർ സൈൻ ആണ്, കുറച്ച് ഇമോഷണൽ ആയിട്ടുള്ള ഒരാളാണ്. ഏരീസ്, ലിയോ, സാജിറ്റേറിയസ്, ക്യാൻസർ, ഇത്രയും സോഡിയാക് സൈൻ ആണ് ഇവിടെ വന്നിട്ടുള്ളത്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഇവരുടെ ഈ സ്വഭാവം, വ്യക്തിയുടെ ഈ സ്വഭാവം മാറുമോ, ഇവർ നിങ്ങളെ ചതിക്കുന്നുണ്ട്. അപ്പൊ ഈ ആളുടെ ഈ സ്വഭാവം മാറുമോ എന്ന് ചോദിക്കുമ്പോൾ ഡെത്ത് കാർഡ് റിവേഴ്സ് ആണ് വരുന്നത്. ഇവിടെ യെസ് എന്ന കാർഡ് നോ ആയിട്ടാണ് പറയുന്നത്. അപ്പൊ ഇവരെ സന്തോഷിപ്പിച്ച് നമ്മൾ നിർത്തണം. ഇവർക്ക് എന്തെങ്കിലും കാര്യത്തിൽ ഒരു ഡിസാറ്റിസ്ഫാക്ഷൻ വന്നു കഴിഞ്ഞാൽ ആരാണ് അവരുമായിട്ടുള്ള ബന്ധത്തിൽ ഇരിക്കുന്നതെന്ന് നോക്കില്ല, അവർ അപ്പൊ തന്നെ മറുകണ്ഠം ചാടും. അതുപോലെ ചതിക്കാനും ഒരു മടിയില്ലാത്ത ഒരു എനർജി ആണെന്നാണ് പറയുന്നത്. ഇവര് ഹാർഡ് വർക്ക് ചെയ്യുന്ന ഒരാളാണ്, സ്ഥിരത ആഗ്രഹിക്കുന്ന ഒരാളാണ്. പക്ഷേ ഉള്ളില് എന്താ പറയാ ഒരു നമ്മളോട് വൈരാഗ്യം വെച്ച് പുലർത്തുന്ന ഒരു എനർജിയാണിതെന്നാണ് പറയുന്നത്. അപ്പൊ ഇവരെപ്പോഴും ഇവരുടെ സ്വഭാവം മാറുമെന്ന് ചോദിക്കുമ്പോൾ അത് ഇവരുടെ സ്വഭാവം എപ്പോഴും നമ്മൾ ഇവരെ സന്തോഷിപ്പിച്ച് നിർത്തണം എന്നാണ് പറയുന്നത്. അല്ലെങ്കിൽ ഇവര് നമുക്ക് പണി തരും. മനസ്സിലായോ? അപ്പൊ ഇവരുടെ സ്വഭാവം പിന്നെയും വരുന്നത് ഇവര് ഭയങ്കര നിഗൂഢമായിട്ട് പെരുമാറുന്ന ആളുകളാണ്, ഒരു സ്ഥലത്ത് സ്ഥിരമായിട്ട് നിൽക്കാത്ത ആളുകളാണ്. ചിലപ്പോൾ ഇവർക്ക് നിങ്ങളോട് ഒരു റിലേഷൻഷിപ്പ് തുടങ്ങണമെന്ന് ആഗ്രഹം, നിങ്ങളൊരു സ്ത്രീയും പുരുഷനും ആണെങ്കിൽ, അല്ലെങ്കിൽ പുരുഷനും സ്ത്രീയും ആയിക്കോട്ടെ, ഇന്നത്തെ കാലത്ത് അങ്ങനെയൊന്നും ഇല്ലല്ലോ. അപ്പോ അങ്ങനെ ഒരു നിങ്ങളുമായിട്ടൊരു ചിലപ്പോൾ അവരൊരു ആഗ്രഹം പ്രകടിപ്പിച്ചപ്പോ നിങ്ങൾക്ക് പറ്റില്ല എന്ന് നിങ്ങൾ പറഞ്ഞിട്ടുണ്ടാവാം, എനിക്ക് ഇൻട്രസ്റ്റ് ഇല്ല എന്ന് വല്ലതും പറഞ്ഞപ്പോ അതിനുള്ള പ്രതികാരവും ആവാം എന്നാണ് പറയുന്നത്. നിങ്ങൾക്കൊരു ലവ് ഓഫർ അവർ തന്നപ്പോ അപ്പോ അങ്ങനെയാണെങ്കിൽ ഇനി നമുക്ക് ബന്ധം വേണ്ട എന്ന് വിചാരിക്കുന്ന ഒരു എനർജിയാണ് കേട്ടോ. ഇത് കുറച്ച് സൂക്ഷിക്കേണ്ട എനർജിയാണ്. അങ്ങനെ ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റില്ല. സ്വന്തം സന്തോഷം ആഗ്രഹിക്കുന്ന, എനിക്ക് എല്ലാം വേണം, എനിക്ക് എല്ലാ സന്തോഷവും വേണം, എനിക്ക് പ്രശ്നങ്ങളൊന്നും ഉണ്ടാകരുത് എന്ന് ആഗ്രഹിക്കുന്ന ഒരു എനർജിയാണ് ഈ എനർജി. അപ്പൊ ഇവരെ എപ്പോഴും സന്തോഷിപ്പിച്ച് നിർത്തുക എന്ന് പറഞ്ഞാൽ നമുക്ക് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഈ വ്യക്തിയെ അങ്ങനെ നമുക്ക് ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. അപ്പൊ നിങ്ങൾ ഒന്നില്ലെങ്കിൽ ഇത് വേറൊരു ഓപ്ഷൻ കാണുക. ഈ വ്യക്തി എപ്പോഴും ഓപ്ഷൻസ് ഓപ്പൺ ആയിട്ട് വെക്കുന്ന ഒരാളാണ്. ഇതല്ലെങ്കിൽ വേറൊന്ന് എന്ന് വിചാരിക്കുന്ന ഒരു എനർജിയാണ്. കുറച്ചൊന്ന് സൂക്ഷിക്കേണ്ട എനർജിയാണ് കേട്ടോ. അപ്പോ ഇവര് സോഡിയാക് സൈൻ പറയാം, ലിയോ ഉണ്ട് ഇവിടെ. ഇവർക്ക് സന്തോഷമില്ലായ്മ വരിക, ഒരു സാറ്റിസ്ഫാക്ഷൻ ഇല്ലായ്മ വരുമ്പോഴാണ് ഇവര് മറുകണ്ഠം ചാടുക, പറ്റിക്കാൻ ശ്രമിക്കുക ഇവര് ഹേർട്ട് ആയി കഴിയുമ്പോൾ. ടോറസ്, വെർഗോ, കാപ്രിക്കോൺ, അക്വേറിയസ്, ലിബ്ര, ജെമിനി, ക്യാൻസർ, പൈസസ്, സ്കോർപിയോ, ഏരീസ്, ലിയോ, സാജിറ്റേറിയസ്, ക്യാൻസർ, പൈസസ്, സ്കോർപിയോ, ക്യാൻസർ, പൈസസ്, സ്കോർപിയോ, ക്യാൻസർ. ഇതാണ് ഇവരുടെ സോഡിയാക് സൈൻ. അപ്പൊ ഇവരുടെ സ്വഭാവം എപ്പോഴെങ്കിലും മാറുമോ എന്ന് ചോദിച്ചാൽ ഇവര് മാറിക്കൊണ്ടിരിക്കും സ്വഭാവം. എന്ന് വെച്ചാൽ നല്ലതും ചീത്തയും ആയിക്കൊണ്ടിരിക്കും ഇവര്. അപ്പൊ നമ്മൾക്ക് ഡിപ്പെൻഡ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പൊ ഇതാണ് ഒന്നാമത്തെ കാർഡിന്റെ റീഡിംഗ്. ഞാനിത് ഇനി രണ്ടാമത്തെ കാർഡിന്റെ റീഡിങ്ങിലേക്കാണ് പോകുന്നത്. കളർ സെലക്ട് ചെയ്ത ഇതിലേക്കാണ് പോകുന്നത്. രണ്ടാമത്തെ കളർ സെലക്ട് ചെയ്തതില് ഓൾറൈറ്റ്, രണ്ടാമത്തെ കാർഡ് സെലക്ട് ചെയ്ത് നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ ഓവറോൾ എനർജിയാണ് നമ്മൾ നോക്കുന്നത്. 9 ഓഫ് സ്വേർഡ്സ് റിവേഴ്സ് ആണ് വന്നിരിക്കുന്നത്. 9 ഓഫ് സ്വേർഡ്സ് റിവേഴ്സ് എന്ന് പറഞ്ഞാൽ പ്രശ്നങ്ങളെല്ലാം നിങ്ങൾ ഇതിനെ പ്രതിരോധിക്കാനുള്ള ഒരു ശക്തി ആർജിച്ചു വെക്കുന്നു എന്നാണ്. അപ്പൊ പ്രശ്നങ്ങൾ ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു, ഉറക്കമില്ലായ്മ, വളരെയധികം ആൻസൈറ്റി, ആദി പിടിച്ച ഒരു സിറ്റുവേഷൻ. അപ്പൊ എന്തോ ഒരു വലിയൊരു കാര്യം ഇവിടെ നടന്നിട്ടുണ്ട്, അത് കാരണമാണ് നിങ്ങൾക്ക് ഇത്രയും ആദി വന്നതെന്നാണ് പറയുന്നത്. അപ്പോ അക്വേറിയസ്, ലിബ്ര, ജെമിനി ആണ്. റിലേഷൻഷിപ്പിൽ ഭയങ്കര ആദിയായിരുന്നു കേട്ടോ. എന്തൊക്കെയോ കാര്യം മനസ്സിലാകാതിരുന്ന് ആരെങ്കിലും പിടിക്കപ്പെടുമോ, തെറ്റ് ചെയ്തിട്ട് അയ്യോ അത് കണ്ടുപിടിച്ചാലോ എന്നൊക്കെ എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷെ അതിനെ മറികടക്കാനുള്ള ഒരു ശക്തി നിങ്ങൾ ആർജിച്ചിട്ടുണ്ട്. ഈ റിലേഷൻഷിപ്പിൽ അങ്ങനെ ഒരു വ്യത്യാസം വന്നിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഇതൊന്ന് ക്ലാരിഫൈ ചെയ്ത് നോക്കാം നമുക്ക്. നൈറ്റ് ഓഫ് കപ്സ് ആണ്. നൈറ്റ് ഓഫ് കപ്സ് എന്ന് പറഞ്ഞാൽ റിലേഷൻഷിപ്പിൽ നിന്ന് പുറത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന,
സ്നേഹം അന്വേഷിച്ച് നടക്കുന്ന, സ്നേഹം ഇവിടെ കിട്ടിയില്ലെങ്കിൽ അത് വേറെ എവിടെയെങ്കിലും കിട്ടുമോ എന്ന് അന്വേഷിക്കാൻ മടിയില്ലാത്ത ഒരു എനർജി. ക്യാൻസർ, പൈസസ്, സ്കോർപ്പിയോ ആണ്. മറ്റേത് അക്വേറിയസ്, ലിബ്ര, ജെമിനി ആണ്. പിന്നെ കൂടെ വന്നിട്ടുള്ള 7 ഓഫ് പെന്റക്കിൾസ് റിവേഴ്സ് ആണ്. അപ്പോ ഇവിടെ 7 ഓഫ് പെന്റക്കിൾസ് റിവേഴ്സ് എന്ന് പറയുമ്പോൾ 7 ഓഫ് പെന്റക്കിൾസ് അപ്രൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോങ് ടേം പ്ലാൻ ആണ്. ഞാൻ ഇവിടെ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ചെയ്ത് കഴിഞ്ഞു, ഇനി ഒരു ചെറിയൊരു അക്ഷമയം ഉണ്ടാവും 7 ഓഫ് പെന്റക്കിൾസ്. കാരണം ഇത്രയും കാര്യങ്ങൾ ചെയ്തിട്ട് എനിക്ക് അതിന് റിസൾട്ട് കിട്ടുന്നില്ല. റിസൾട്ടിന് വെയിറ്റ് ചെയ്യുന്ന, വളമെല്ലാം ഇട്ട് ഞാൻ ചെടിക്കുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്തു, ഇനി അതിൽ പൂവുണ്ടാവണം, കായുണ്ടാവണം, അതിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന, അത് അതിന്റെ സമയത്തെ നടക്കുകയുള്ളൂ എന്ന് ചിലർക്ക് മനസ്സിലാകും. ക്ഷമയോടെ വെയിറ്റ് ചെയ്യും. അത് ആ സമയം ആകാനായിട്ടുള്ള ക്ഷമയില്ലാത്തവര്, കാത്തിരിക്കാൻ ക്ഷമയില്ലാത്തവര് കുറച്ച് അക്ഷമരായിട്ട് പ്രവർത്തിക്കുന്ന ചില ആളുകൾ. അപ്പൊ അങ്ങനെയും വരാറുണ്ട്. അത് അപ്രൈറ്റ് വന്നത്, ഇത് റിവേഴ്സ് ആണ് വന്നിരിക്കുന്നത്. അതിനർത്ഥം അർത്ഥം ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യുന്ന, ഇവിടെ ക്ഷമ നശിച്ചു, ഇനി എനിക്കിവിടെ വെയിറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ നിങ്ങൾ ചിലപ്പോൾ നിങ്ങൾക്ക് വാക്ക് തന്നു, നിങ്ങളോട് പ്രപ്പോസൽ ചെയ്തപ്പോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഓഫർ തന്നപ്പോൾ നിങ്ങൾ റിജക്ട് ചെയ്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ കുറച്ചുകൂടെ സമയം വേണമെന്ന് പറഞ്ഞിട്ടുണ്ടാവും. അതെന്തിനാണ് എന്ന് ചോദിക്കുന്ന ഒരാൾ. അപ്പോ ഈ വ്യക്തി നിങ്ങളുടെ ഈ റിലേഷൻഷിപ്പിൽ നിന്ന് പുതിയൊരു റിലേഷൻഷിപ്പ് അന്വേഷിച്ച് പുറത്തേക്ക് പോകുന്നു എന്നാണ് പറയുന്നത്. ടോറസ്, വെർഗോ, കാപ്രിക്കോൺ ആണ്. ഒരിക്കൽ റീഡിംഗ് വന്നപ്പോ ഒരു എർത്ത് സൈനും ഒരു എയർ സൈനും തമ്മിലുള്ള ഒരു വിവാഹാലോചന. അപ്പൊ ആ സമയത്ത് എർത്ത് സൈൻ പൊതുവെ അവര്, പ്രത്യേകിച്ച് കാപ്രിക്കോൺ ആവുമ്പോ അവര് ആ സമയം മീൻസ് അവർക്ക് സമയമാകുമ്പോഴേ അവര് യെസ് ഓ നോ പറയുള്ളൂ, എല്ലാം കാൽക്കുലേറ്റ് ചെയ്തതിനു ശേഷം. അപ്പൊ ഈ വ്യക്തിയോട് ഞാൻ പറഞ്ഞു അവർ അങ്ങനത്തെ സ്വഭാവം. അങ്ങനെയല്ല, എന്നാ പിന്നെ ഒരു മെസ്സേജ് അയച്ചാൽ അതൊന്ന് കാണുക, റെസ്പോണ്ട് ചെയ്താൽ കുഴപ്പമെന്താന്ന് ചോദിച്ചു. അപ്പൊ ഒരു ക്ഷമയില്ലായ്മ, മറ്റേ ആള് സമയം എടുക്കും. അപ്പൊ എനിക്കിതാ വേണമെങ്കിൽ ഞാൻ കുറച്ച് ക്ഷമ വേണം. കാരണം നമുക്ക് ആരുടെയും സ്വഭാവം മാറ്റാൻ പറ്റില്ല. ഓരോരുത്തരും അവരവരുടെ സ്വഭാവം അനുസരിച്ച് പെരുമാറുള്ളൂ. അത് മനസ്സിലാക്കണം. അത് മനസ്സിലാക്കാതിരിക്കുമ്പോൾ വലിയ പ്രശ്നങ്ങൾ വരും. ഇവിടെ ഒരു പ്രശ്നം വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോ ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ ബന്ധത്തിന്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്, ഇതാണ് നമ്മൾ നോക്കുന്നത്. ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ. നിങ്ങളുടെ ബന്ധത്തിന്റെ ഇപ്പോഴത്തെ അവസ്ഥ ചോദിച്ചപ്പോൾ ഒരു കുറെ കാർഡ് വരുന്നു, എല്ലാം കൂടെ നോക്കി 2, 3, 4 കാർഡ്. താങ്ക് യു. 4 അല്ല 3 വന്നത്, നോ പ്രോബ്ലം. ഓക്കെ. അപ്പോ റിലേഷൻഷിപ്പിന്റെ അവസ്ഥ ഒരു വിവാഹത്തിലേക്ക് വിവാഹം ഉറപ്പിച്ചു വെച്ചിരിക്കുന്ന ഒരു റിലേഷൻഷിപ്പ് ആയിരിക്കാം. വിവാഹമാണ് ഈ റിലേഷൻഷിപ്പിന്റെ ഉദ്ദേശം. പക്ഷേ ഇതിനകത്ത് ഒരു കോമ്പറ്റീഷൻ എന്ന് പറഞ്ഞാല് നിങ്ങൾ തമ്മിൽ ചില കാര്യങ്ങളിൽ യോജിപ്പില്ലാത്ത പോലെ. ചിലപ്പോൾ ഇതൊരു കല്യാണ ആലോചന വന്നതായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ ഫ്രണ്ട്സ് റിലേഷൻഷിപ്പിൽ ഇരുന്നിട്ട് നിങ്ങൾ കല്യാണത്തിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന ഒരു അവസ്ഥയായിരിക്കാം. എന്തായാലും ഈ റിലേഷൻഷിപ്പ് ഞാൻ ആഗ്രഹിച്ച പോലത്തെ ഒരു റിലേഷൻഷിപ്പ് ആണ് എന്ന് ആരോ വിശ്വസിക്കുന്നുണ്ട്, ചിന്തിക്കുന്നുണ്ട്. പക്ഷെ അതിന്റെ കൂടെ ഞാൻ വിചാരിക്കുന്ന കാര്യങ്ങളെല്ലാം മറ്റേയാള് സമ്മതിച്ചു തരണം, അല്ലെങ്കിൽ ഞാൻ വിചാരിക്കുന്ന പോലെ മറ്റേയാള് പ്രവർത്തിക്കണം എന്നൊരു വാശി ഇതിനകത്തുണ്ട്. അപ്പൊ ഒരു കല്യാണത്തിലേക്ക് പോകണം, ഒരാള് മറ്റേയാളെ കല്യാണത്തിലേക്ക് വലിച്ചിടാൻ ശ്രമിക്കുന്നു, മറ്റേയാളത് റെസിസ്റ്റ് ചെയ്യുന്നു, എനിക്ക് കുറച്ച് സമയം കൂടെ വേണം. ആ ഒരു കാര്യം കൊണ്ടാണ് ആ വലിച്ചിടാൻ ആഗ്രഹിക്കുന്ന ആളെ എന്നാ പിന്നെ നീ അവിടെ നിന്നോ ഞാൻ പോവാണോ പറഞ്ഞെങ്കിൽ എന്ന് പറഞ്ഞ് പുറത്തേക്ക് പോകുന്നത്. ക്യാൻസർ, പൈസസ്, സ്കോർപ്പിയോ, അക്വേറിയസ്, ലിബ്ര, ജെമിനി, ഏരീസ്, ലിയോ, സാജിറ്റേറിയസ്. അങ്ങനെയുള്ള ഒരു അവസ്ഥയിലാണ് നിങ്ങൾ. അപ്പൊ ഈ വ്യക്തിയുടെ സ്വഭാവം, ഇത് ആരുടെ സ്വഭാവമാണെന്ന് എനിക്ക്, എന്താണ് ഏത് സൈഡിലാണ് നിങ്ങളെന്ന് എനിക്ക് അറിയില്ല. ഇവിടെ നിങ്ങൾക്ക് അറിയാൻ പറ്റും വ്യക്തിയുടെ സ്വഭാവം. വ്യക്തി കാര്യങ്ങൾ ആലോചിച്ച് ചെയ്യുന്ന ഒരാളാണ്, പക്ഷെ ഒരു ഒറ്റയ്ക്ക് കാര്യങ്ങൾ തീരുമാനിക്കുന്ന ഒരാളാണ്. മറ്റുള്ളവർക്ക് എന്ത് വേണം എന്ന് ചിന്തിക്കുന്നില്ല. ഇത് എനിക്ക് വേണം, ഇങ്ങനെയാണ് ഞാൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് എന്ന് വിചാരിക്കുന്ന ഒരു ക്യാരക്ടർ ഉണ്ട് ഇവിടെ. അതുപോലെ തന്നെ പക്ഷെ എന്ന് പറഞ്ഞാൽ ഈ വ്യക്തി ശാഠ്യമുള്ള ആളാണെങ്കിലും സ്വന്തം ഇഷ്ടത്തിന് ജീവിക്കുന്ന ആളാണെങ്കിലും വളരെ കെയറിങ് ആയിട്ടുള്ള ഒരാളാണ്. വ്യക്തിയുടെ ഉള്ളിലുള്ള മനസ്സിലുള്ള കാര്യങ്ങൾ പുറത്തേക്ക് കാണിക്കില്ല വ്യക്തി. എല്ലാവരോടും കെയറിങ്ങും പ്രൊട്ടക്ഷനും ഒക്കെ കൊടുക്കുന്ന ഒരാളാണ്, വളരെയധികം ക്ഷമയുള്ള ഒരാളാണ്. പക്ഷേ ഈ വ്യക്തി കാര്യങ്ങൾ ചെയ്യുമ്പോൾ സ്വന്തം ഇഷ്ടത്തിന് ചെയ്യുന്ന ഒരാളാണ്. ഇവിടെ മജീഷ്യൻ വന്നിട്ടുണ്ട്. ചിലപ്പോൾ മറ്റുള്ളവരെ മാനിപ്പുലേറ്റ് ചെയ്ത് അവരെ പറഞ്ഞ് പ്രീതിപ്പെടുത്തി അല്ലെങ്കിൽ കറക്കിയെടുത്ത് സ്വന്തം ഇഷ്ടത്തിനുള്ള കാര്യങ്ങൾ നടത്തിയെടുക്കാൻ കഴിവുള്ള ഒരു എനർജിയാണ്. അതുപോലെ തന്നെ ഈ വ്യക്തി, പക്ഷെ ഈ വ്യക്തി നമ്മൾ സ്നേഹം കൊടുത്താൽ അല്ലെങ്കിൽ ഈ വ്യക്തി പറയുന്നത് നമ്മൾ കേട്ട് കഴിഞ്ഞാൽ ഈ വ്യക്തി നമ്മളുടെ മുമ്പിൽ അടിയറ വെക്കും ജീവിതം. അങ്ങനത്തെ ഒരു എനർജിയാണ്.
കേട്ടോ. അത് ട്വിൻ ഫ്ലെയിം കണക്ഷൻ ആണെന്നാണ് പറയുന്നത്. അപ്പൊ ഈ വ്യക്തി അങ്ങനെ ഒരു റിലേഷൻഷിപ്പ് ആണ്. ഈ വ്യക്തിയെ ആരും റെസിസ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഞാൻ ചെയ്യുന്നതെല്ലാം ശരിയാണ്, ഞാൻ നമ്മളുടെ നല്ലതിന് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്, അതുകൊണ്ട് കണ്ണടച്ച് എന്നെ വിശ്വസിക്കുക എന്ന് വിചാരിക്കുന്ന ഒരു എനർജിയാണ്. അങ്ങനെയുള്ള ഒരാളെയാണ് ഈ വ്യക്തിക്ക് വേണ്ടത്. അതുകൊണ്ടാണ് ഈ വ്യക്തി അന്വേഷണം തുടങ്ങിയിരിക്കുന്നത് ഇപ്പോൾ. കാരണം നിങ്ങളുമായിട്ടുള്ള കണക്ഷൻ അത് അങ്ങ് പോരാ എന്നൊരിത്. വെർഗോ, ക്യാൻസർ, പൈസസ്, സ്കോർപിയോ, ജെമിനി, ക്യാൻസർ, പൈസസ്, സ്കോർപിയോ, അതാണ് ഈ വ്യക്തിയുടെ സ്വഭാവം. അങ്ങനെയാണെങ്കിൽ ഈ വ്യക്തിയുടെ സ്വഭാവം മാറാൻ എന്തെങ്കിലും ചാൻസ് ഉണ്ടോ? നോ എന്നാണ് പറയുന്നത്. ഈ വ്യക്തിയുടെ സ്വഭാവം ഇതാണ് എപ്പോഴും ഉള്ള സ്വഭാവം. ഈ വ്യക്തി ഈ സ്വഭാവം മാറ്റില്ല എന്നാണ് പറയുന്നത്. നിങ്ങൾ ഈ വ്യക്തി സ്വഭാവം മാറ്റാൻ വേണ്ടി നിങ്ങൾ എന്ത് ട്രൈ ചെയ്താലും, മാനിഫെസ്റ്റ് ചെയ്താലും, പ്രാർത്ഥിച്ചാലും, എന്തൊക്കെ പരിപാടി ചെയ്താലും വ്യക്തി സ്വഭാവം മാറ്റില്ല. അത് വ്യക്തി തുറന്നു പറയും, ഞാൻ ഇതാണ്, ഇതിന് എനിക്ക് ഒരു വ്യത്യാസമില്ല, ഞാൻ മാറില്ല, സ്വഭാവം ഇതാണ് എന്റെ സ്വഭാവം, നിനക്ക് വേണമെങ്കിൽ നീ മാറിക്കോ എന്ന് പറയുന്ന ഒരു എനർജിയാണ്. അക്വേറിയസ്, ലിബ്ര, ജെമിനി, സോഡിയാക് സൈൻ ആണ് വരുന്നത്. കാരണം ഈ വ്യക്തിക്ക് മാറാൻ പറ്റില്ല. ഈ വ്യക്തി അനുഭവങ്ങളിൽ നിന്നുള്ള സ്വഭാവമാണിത്. പല കാര്യങ്ങൾ വായിച്ചും അറിഞ്ഞും ഈ വ്യക്തിയോട് മറ്റുള്ളവർ പെരുമാറുന്നതിനനുസരിച്ചും എല്ലാം വളർത്തി കൊണ്ടുവന്ന ഒരു എനർജിയാണ്. മനസ്സിലായി? അപ്പൊ ഇത് മാറില്ല. ഇത് മാറണമെങ്കിൽ ഈ വ്യക്തി വിചാരിക്കണം. അത് ഈ വ്യക്തി വിചാരിക്കില്ല. കാരണം ഈ വ്യക്തി വിചാരിക്കുന്നത് ഈ വ്യക്തി പെർഫെക്റ്റ് ആണെന്നാണ്. അങ്ങനെ വരുമ്പോൾ പണിയായി. അക്വേറിയസ്, ലിബ്ര, ജെമിനി ആണ്. അപ്പോൾ ഈ വ്യക്തിയുടെ സ്വഭാവം മാറില്ല. ഈ വ്യക്തി റിലേഷൻഷിപ്പിൽ നിന്ന് പുറത്തേക്ക് പോകാൻ ശ്രമിക്കുകയാണ് കേട്ടോ. മാറില്ല. അപ്പൊ അതാണ് രണ്ടാമത്തെ. നമ്മളൊന്ന് മീൻസ് എന്താ പറയാ, നമ്മളെ റിലേഷൻഷിപ്പ് സക്സസ്ഫുൾ ആകണമെങ്കിൽ ചില കാര്യങ്ങൾ കണ്ടില്ല കേട്ടില്ല എന്ന് നമ്മൾ വിചാരിക്കേണ്ടി വരും. കുറെ കാര്യങ്ങൾ കണ്ടില്ല, പക്ഷെ ഇത് ഗുണമുള്ള ഒരു കാര്യമാണ്, ഗുണമുള്ള ഒരു റിലേഷൻഷിപ്പ് ആണ്. അപ്പോ ചില കാര്യങ്ങൾ നിങ്ങൾ കണ്ടില്ല കേട്ടില്ല എന്ന് വിചാരിച്ച ഇവിടെ ഒരു സക്സസ് ആവുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട് കേട്ടോ. രണ്ടാമത്തെ കളർ സെലക്ട് ചെയ്തവർക്ക്. ഇനി മൂന്നാമത്തെ കളർ സെലക്ട് ചെയ്തവർക്ക് വേണ്ടിയിട്ടുള്ള റീഡിങ്ങിലേക്കാണ് പോകുന്നത്. നിങ്ങളുടെ ഇവരുമായിട്ടുള്ള ബന്ധം, ഇവരെന്തുകൊണ്ടാണ് നിങ്ങളെ വഞ്ചിക്കുന്നത്? മൂന്നാമത്തെ കളർ സെലക്ട് ചെയ്തവർക്ക് വേണ്ടിയിട്ട് വന്നേക്കുന്നത് ഹെർമിറ്റ് ആണ്. ഇത് വെർഗോ സോഡിയാക് സൈൻ ആണ്. ഒറ്റയ്ക്ക് ഇരുന്ന് ചിന്തിക്കുന്ന ഒരവസ്ഥയാണ്. വെച്ചാൽ ഞാൻ ഈ കോലാഹലങ്ങളിൽ നിന്ന് എനിക്ക് ആലോചിച്ചിട്ട് മനസ്സിലാകുന്നില്ല, അതുകൊണ്ട് ഞാൻ ഇതെല്ലാം ഒഴിവാക്കി മാറി നിന്നുകൊണ്ട് ചിന്തിച്ചോട്ടെ എന്ന് വിചാരിക്കുന്ന ഒരു എനർജിയാണ് ഹെർമിറ്റ് എന്ന് പറഞ്ഞാല്. എന്ന് വെച്ചാൽ നമ്മളുടെ സന്യാസിമാരുടെ ഒരു സിറ്റുവേഷൻ. സന്യാസിമാര് ജ്ഞാനം ലഭിക്കാൻ വേണ്ടി ഹിമാലയത്തിലേക്ക് പോയി ഒറ്റയ്ക്ക് തപസ് ചെയ്യുന്ന ആളുകൾ, അതുപോലത്തെ ഒരു എനർജിയാണ് ഇവിടെ. അപ്പോ ഇത് റിവേഴ്സ് ആണ് വന്നിരിക്കുന്നത്. റിവേഴ്സ് എന്ന് പറയുമ്പോൾ ഒറ്റയ്ക്ക് ഇരിക്കണമെന്ന് പുറമേ പറയുന്ന ഒരാള്, ഒറ്റയ്ക്കിരിക്കാൻ ആഗ്രഹിക്കാത്ത ഒരാള്, എപ്പോഴും മറ്റുള്ളവരുടെ കൂടെ, നിങ്ങളുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യണം, നിങ്ങൾ ഒരുമിച്ച് ടൈം സ്പെൻഡ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു എനർജിയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉള്ളത്. അത് നല്ലൊരു കാര്യമല്ലേ? പക്ഷെ ചില സമയത്ത് ക്ലിങ്ങി ആവും. എന്ന് വെച്ചാല് ക്ലിങ്ങി എന്ന് പറഞ്ഞാല് എല്ലാവർക്കും സ്പേസ് വേണം, നമുക്ക് എല്ലാവർക്കും സ്പേസ് വേണം, പക്ഷെ നമ്മൾ മറ്റുള്ളവർക്ക് സ്പേസ് കൊടുക്കില്ല. ചിലരെ കണ്ടിട്ടില്ലേ, ചിലർ നമ്മളോട് സംസാരിക്കുമ്പോൾ ഒരു കയ്യകലത്തിൽ നിന്ന് വേണം ആൾക്കാർ സംസാരിക്കാനായിട്ട്. ഇത്രയും സ്പേസ് വേണം. നമ്മളെ അടുത്ത് ഇങ്ങനെ വന്നിട്ട് സംസാരിക്കുമ്പോൾ നമുക്ക് നമ്മളുടെ സ്പേസിൽ ഒരാൾ കയ്യേറുമ്പോൾ നമുക്ക് ഒരു ത്രെറ്റൻ, ഒരു ഭീഷണിയാണത്. മനസ്സിലായോ? അത് മറ്റു ജീവികളോടാണെങ്കിലും നമ്മൾ മറ്റു മനുഷ്യരോടാണ് പെരുമാറുമ്പോഴും ഒരു കൈ അകലത്തിൽ നിന്ന് സംസാരിക്കുക. കാരണം നമ്മളെ ചുറ്റും നമ്മളൊരു സ്പേസ് തീരുമാനിച്ചിട്ടുണ്ട്. അതിനുള്ളിലേക്ക് ആരെങ്കിലും കടന്നു കയറുമ്പോൾ നമ്മളെ വീടിന്റെ കോമ്പൗണ്ട് അല്ല, നമ്മളുടെ പേഴ്സണൽ സ്പേസ്. കാരണം അത് ഭാര്യയായാലും ഭർത്താവായാലും മക്കളായാലും ആരായാലും ചിലപ്പോൾ നമ്മളൊന്നും ഇങ്ങനെ ആവും. മനസ്സിലായോ? എല്ലാവർക്കും ആ സ്പേസ് വേണം. അപ്പൊ ഇത് ചില സമയത്ത് സ്പേസ് തരാതിരിക്കുന്നത് ഒരു പ്രശ്നമായിട്ട് മാറുന്നു. വെർഗോ സോഡിയാക് സൈൻ ആണ്. ഇതൊന്ന് ക്ലാരിഫൈ ചെയ്യാൻ നമുക്ക് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു എനർജി നിങ്ങളുടെ റീഡിങ്ങിൽ വന്നിട്ടുള്ളത്. റിലേഷൻഷിപ്പിന്റെ ഈ ഒരു സ്പേസ് തരാതിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ഇതിനെ ക്ലാരിഫൈ ചെയ്യുന്നത് ഏസ് ഓഫ് പെന്റക്കിൾസ് ഒരു ഓഫർ ആണ്. പിന്നെ ഉള്ളത് പേജ് ഓഫ് കപ്സ് ആണ്. പേജ് ഓഫ് കപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ക്രിയേറ്റീവ് ആയിട്ട് പുതിയൊരു ഐഡിയ കിട്ടിയിരിക്കുന്ന ഒരാള്, പക്ഷെ ഇമ്മച്യൂർഡ് ആണ്. അപ്പോ എന്തോ ഒരു ഇമോഷണൽ സിറ്റുവേഷന് വേണ്ടി ഒരു ഓഫർ ഒരാൾ തന്നിട്ട് അത് ഒരു ത്രെറ്റനിങ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നു. കാരണം ഇപ്പൊ റോട്ടിലാവുമ്പോ കപ്പിൾസ് കൈപിടിച്ച് നടക്കണം, അപ്പൊ ഒരാൾക്ക് ചമ്മലായിരിക്കും കൈപിടിക്കാൻ, എന്നാലും
പിടിച്ച് കൈപിടിച്ച് നടക്കുക എന്താണ് എന്ന് നമുക്കറിയില്ല. പക്ഷെ ചിലർ അങ്ങനെയാണ്, ഒരു ടെൻഷൻ ഉള്ള പോലെ, ഒരു ഇൻസെക്യൂരിറ്റി ഉള്ള പോലെ, കൈ വിട്ട് കഴിഞ്ഞാൽ വിക്കി പോയി കളഞ്ഞാലോ എന്നൊരു മനസ്സിന്റെ ഉള്ളിൽ അങ്ങനെ ഒരു ചിന്ത, അങ്ങനെ അത് റൊമാൻറ്റിക് ത്രില്ലായിട്ട് പോവാണ്. അങ്ങനെ ചിലർക്ക് അങ്ങനെ പണി കിട്ടാറുണ്ട്, അത് പ്രശ്നമാവാറുണ്ട്. ഓക്കെ, ഏസ് ഓഫ് പെന്റക്കിൾസ് എന്ന് പറയുമ്പോൾ ഏരീസ്, ടോറസ്, വെർഗോ, കാപ്രിക്കോൺ ആണ്. ഇത് ക്യാൻസർ, പൈസസ്, സ്കോർപിയോ ആണ്. അപ്പോ ഇവിടെ പല ഓപ്പർച്യൂണിറ്റീസ്, ഇമോഷണൽ സിറ്റുവേഷന് വ്യത്യാസം വരാൻ വേണ്ടി ഒരു ഓഫർ ആരോ തന്ന പോലെ മനസ്സിലായോ. പക്ഷേ അങ്ങനെ ഒരു ഓഫർ തന്നത് കൊണ്ട് ഒറ്റയ്ക്കിരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാള് റിലേഷൻഷിപ്പിലേക്ക് മടങ്ങി വന്നു എന്നൊരു മെസ്സേജ് ആണ് എനിക്ക് വരുന്നത്. കുറച്ചും കൂടെ ഇമോഷണലി അവെയർ ആണ് ഞാൻ, നിന്റെ ആഗ്രഹങ്ങൾ ഞാൻ സാധിച്ചു തരാം, നിന്നെ ഞാൻ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്ന് സംസാരത്തിൽ നിന്ന് ഒറ്റയ്ക്ക് പോയിരുന്ന് ടെൻഷൻ അടിച്ചിരുന്ന ഒരാള് റിലേഷൻഷിപ്പിലേക്ക് കുറച്ചും കൂടെ അടുത്ത് വരുന്നു എന്ന പോലെ. ക്യാൻസർ, പൈസസ്, സ്കോർപിയോ, ടോറസ്, വെർഗോ, കാപ്രിക്കോൺ, അതാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ എനർജി. അങ്ങനെയാണെങ്കിൽ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ് റിലേഷൻഷിപ്പിന്റെ ആണ് നമ്മളുടെ അടുത്ത ചോദ്യം. നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്? നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്? ഇവിടെ പേജ് ഓഫ് കപ്സ് റിവേഴ്സ് വന്നിട്ടുണ്ട്. ഇപ്പോഴത്തെ അവസ്ഥ ഇതൊരു എന്താ പറയാ, ഈ ഹെയറോഫാണ്ട് എന്ന് പറഞ്ഞാൽ നമ്മളെ ട്രഡീഷണൽ ആയിട്ടൊരു ഗുരു എന്നൊക്കെ പറയില്ലേ നമ്മള്. അപ്പോ കുറെ ഫോളോവേഴ്സ് ഉള്ള ഒരാളാണ് ഗുരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നമ്മളെ ട്രഡീഷണൽ ആയിട്ട് ചിന്ത, ഒരു വിവാഹം എങ്ങനെ ആയിരിക്കണം, നമ്മുടെ ഭക്ഷണ രീതി ഇങ്ങനെ, എല്ലാത്തിനും ഒരു ചിട്ട ഫോളോ ചെയ്യുന്ന ഒരാള്. പക്ഷെ അത് റിവേഴ്സ് വരുമ്പോ വിശ്വാസങ്ങൾക്ക് എതിരായിട്ട് പ്രവർത്തിക്കുന്ന ഒരവസ്ഥ. മനസ്സിലായോ? നമ്മൾ കുറച്ച് മോഡേൺ ആവാൻ ശ്രമിക്കും. വളരെ സാധാരണ ഒരു ട്രഡീഷണൽ ആയിട്ട് ജീവിക്കുന്ന ഒരാള് യാഥാസ്ഥിതികനായ സ്ഥിതികയായ ഒരു സ്ത്രീയോ പുരുഷനോ മോഡേൺ ആവാൻ ശ്രമിക്കുന്ന പോലത്തെ ഒരു അവസ്ഥ. അപ്പോ നമ്മൾ ജനിച്ചു വളർന്ന സാഹചര്യങ്ങളും എല്ലാം, നമ്മുടെ ജീവിത രീതി, നമ്മൾ ജീവിച്ച് വളർന്ന നമ്മളുടെ കാഴ്ചപ്പാടുകൾ, ഇതൊക്കെ ഒരു സൈഡില്. അപ്പൊ നമ്മൾ അതിൽ നിന്ന് വ്യത്യസ്തമായി ജീവിക്കാൻ ശ്രമിക്കുമ്പോൾ അതിൻ്റെതായ പ്രശ്നങ്ങൾ ഉണ്ടാവും. അങ്ങനത്തെ ഒരു അവസ്ഥ നിങ്ങളുടെ ഇവിടെ വരുന്നുണ്ട്. അപ്പോ ഇവിടെ അങ്ങനെ ഒരു തീരുമാനം, പക്ഷെ എപ്പോഴും നമ്മളുടെ ആ യാഥാസ്ഥിതിക മെന്റാലിറ്റി നമ്മൾ പുറകിൽ നിന്ന് പിടിച്ചു വലിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മൾ എത്ര മോഡേൺ ആയിട്ടും അതിനെതിരായിട്ട് പ്രവർത്തിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാലും നമ്മളുടെ ഹിസ്റ്ററി, നമ്മളുടെ പാസ്റ്റ് നമ്മളെ പിടിച്ചു വലിക്കും. നീ ഇതല്ല, നീ ഇങ്ങനെയല്ല പെരുമാറും. കാരണം നമുക്ക് എപ്പോഴും ഡൗട്ട് ആയിരിക്കും, ഞാൻ ചെയ്യുന്നത് ശരിയാണോ, കാരണം എനിക്ക് ശീലമില്ലാത്ത ഒരവസ്ഥയാണ്. അപ്പൊ ആരുടെയോ പ്രേരണ കൊണ്ട് നിങ്ങൾ ഇതിനകത്തേക്ക് വന്നതായിരിക്കും. അപ്പൊ ഒരാള് യാഥാസ്ഥിതികമായിട്ടുള്ള ഒരു മെന്റാലിറ്റി ഉള്ള ഒരാള് മോഡേൺ ഇതിലേക്ക് പോകാനായിട്ട് ഫോഴ്സ് ചെയ്യപ്പെട്ട പോലെ ഒരു റിലേഷൻഷിപ്പിലായിരിക്കാം, ചിലപ്പോൾ നിങ്ങൾ അബ്രോഡ് ആയിരിക്കാം, എന്തായാലും. അവസാനത്തെ കാർഡ് ഒരു ഇമോഷണൽ ഇമ്മച്യൂരിറ്റി. അപ്പോ നമ്മളല്ലാത്ത ഒരു കാര്യം നമ്മൾ പ്രവർത്തിക്കാൻ പോകുമ്പോഴത്തേക്കും ആൾക്കാരെ പറയും എന്തായാലും ഒരു ഇമ്മച്യൂർഡ് ആയിട്ട് പ്രവർത്തിക്കുന്ന എന്താണെന്ന് ആൾക്കാർ നിങ്ങളോട് ചോദിക്കുന്നത്. അപ്പൊ ഈ റിലേഷൻഷിപ്പില് ഒരാൾ വളരെ മോഡേണും ഒരാൾ യാഥാസ്ഥിതികരുമായ രണ്ടുപേര് തമ്മിൽ ചേരുമ്പോൾ ആ മോഡേൺ ആയ ആള് ഇവരെ യാഥാസ്ഥിതിക എനർജി ഉള്ള ഒരാളെ മോഡേൺ ആക്കാൻ ശ്രമിക്കുക. ആ ഒരു അവസ്ഥയിൽ ഒരു ടെൻഷൻ ഉണ്ട്. അപ്പൊ അതിൻ്റെതായ ഒരു ടെൻഷൻ ഇവിടെ കാണിക്കുന്നുണ്ടെന്നാണ് കാണുന്നത്. അതൊരു വിവാഹ ബന്ധത്തില് ഉള്ള ഒരു പ്രശ്നമാണ്. ടോറസ്, വെർഗോ, കാപ്രിക്കോൺ, ക്യാൻസർ, പൈസസ്, സ്കോർപിയോ. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ വ്യക്തിയുടെ സ്വഭാവം എങ്ങനെയാണ്? നിങ്ങളുടെ വ്യക്തിയുടെ സ്വഭാവം ചോദിച്ചപ്പോൾ കുറച്ച് കാർഡുകളിലൂടെ വന്നിട്ടുണ്ട്. ഈ വ്യക്തിയും നിങ്ങളുമായിട്ട് വിവാഹം കഴിക്കാൻ പോകുന്നവരാണ്, എൻഗേജ്ഡ് ആണ്, അല്ലെങ്കിൽ വിവാഹം കഴിച്ചവരാണ്. ഓക്കെ, അപ്പൊ ഈ വ്യക്തി മറ്റുള്ളവരുടെ മുമ്പിൽ ഞാൻ വലിയ ആളായിരിക്കണം എന്ന് ഒരു ചിന്തയുള്ള ഒരാളാണ്. അപ്പം വിവാഹം കഴിച്ചിരിക്കുന്ന ആള് മുണ്ടുടുക്കുന്ന ആളാണെങ്കിൽ പാന്റ് ഷർട്ട് വിടണം,
എന്താ പറയാ സാരി ഉടുക്കുന്ന ആളാണെങ്കിൽ ജീൻസും ടോപ്പും ഒക്കെ ഇടണം, മുടിയിൽ എണ്ണ വെക്കാൻ പാടില്ല, അങ്ങനെ ഒരു സിറ്റുവേഷൻ ഇവിടെ കാണിക്കുന്നുണ്ട്. കാരണം എന്റെ ഫ്രണ്ട്സ് ഒക്കെ വരുമ്പോ നിന്നെ കാണുമ്പോ അവരെന്ത് വിചാരിക്കും എന്നെ, അതാണ് പ്രശ്നം. ഞാൻ വലിയ ആളാണ്, ഞാൻ എന്റെ കൂടെ ജീവിക്കുമ്പോൾ നീ അതിൻ്റെതായ വ്യത്യാസങ്ങൾ നിന്റെ ജീവിതത്തിൽ വരുത്തണം. നീ ജീവിച്ച പരിസ്ഥിതി വേറെ ആയിരിക്കാം, പക്ഷെ ഞങ്ങൾ ചിലപ്പം വെജ് കഴിച്ച് ജീവിച്ച ഒരാള് വിവാഹം കഴിച്ചതിന് ശേഷം നോൺ വെജ് കഴിക്കേണ്ടി വരുന്ന അവസ്ഥ. നേരെ തിരിച്ചുമാകാം, നോൺ വെജ് കഴിച്ചിരുന്ന ഒരാള് വിവാഹശേഷം അവരുടെ വീട്ടിൽ ആരും നോൺ വെജ് കഴിക്കാതില്ലെങ്കിൽ നമ്മൾ വെജ് ആവേണ്ടി വരും. അങ്ങനത്തെ ഒരവസ്ഥ. അപ്പൊ എന്തോ വളരെയധികം അഡ്ജസ്റ്റ്മെന്റ് ചെയ്യേണ്ടി വരുന്ന ഒരവസ്ഥയാണ് ഇവിടെ കാണിക്കുന്നത്. അപ്പൊ ഈ വ്യക്തി എങ്ങനെയാണ് നിങ്ങളെ ഇവിടെ ചതിക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഇവിടെ ഫാമിലി അറ്റാച്ച്മെന്റ്സ് ഇല്ലാത്ത ഒരാളാണ്. അതുപോലെ തന്നെ മറ്റുള്ളവരുടെ ഇമോഷൻസിൽ ഒരു വില വെക്കാത്ത ആളും, നമ്മൾ ശാഠ്യമുള്ള ഒരാൾ, മറ്റുള്ളവരുടെ അഭിപ്രായങ്ങളെ കേൾക്കാത്ത ഒരാള്, എന്ത് റിസ്ക്കും എടുക്കുന്ന ഒരാൾ, എല്ലാത്തിലേക്കും എടുത്തു ചാടുന്ന വളരെ ഇമ്പൾസീവ് ആയ ഒരു എനർജി ആയിട്ടാണ് ഈ വ്യക്തിയുടെ സ്വഭാവം കാണിക്കുന്നത്. അതുപോലെ തന്നെ ഈ വ്യക്തി മറ്റുള്ളവരെ അവരുടെ കൺട്രോളിൽ വെക്കാൻ നോക്കും, അങ്ങനത്തെ ഒരു കാര്യം കാണിക്കുന്നുണ്ട്. പിന്നെ ഈ വ്യക്തി പറയുന്നതാണ് വാക്ക്, എന്നുവെച്ചാല് ഞാൻ വിചാരിക്കുന്ന കാര്യമാണ് നടക്കേണ്ടത്. വളരെ സ്ട്രോങ് ആയ ഒരു എനർജിയാണ് ഇത്. ചിലപ്പോൾ നിങ്ങൾ ഒരു സ്ത്രീയുടെ എനർജി ആവാം, അല്ലെങ്കിൽ ഒരു പുരുഷന്റെ എനർജി ആവാം. എന്തായാലും ഈ റിലേഷൻഷിപ്പില് പ്രശ്നങ്ങൾ ഉണ്ടാവും. അപ്പൊ ഈ വ്യക്തി നിങ്ങളെ എങ്ങനെയാണ് ചതിക്കുന്നത് എന്ന് പറഞ്ഞാല്, നിങ്ങളെ വാക്ക് പറഞ്ഞ് നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ നിങ്ങളെ കൊണ്ട് ചെയ്യിക്കുന്ന ഒരാളാണ്. അങ്ങനെയാണ്, അതൊരു തരം ചതിയാണ്. കാരണം ഇങ്ങനെ ചെയ്താലേ മറ്റുള്ളവർക്ക് നിന്നെ വില ഉണ്ടാവുള്ളൂ എന്ന് നമ്മളോട് പറയുമ്പോൾ നമ്മൾ ചിലപ്പോൾ കുറച്ച് നമ്മളധികം പരിചയമില്ലാത്ത പരിസ്ഥിതിയിലൊക്കെ പോകുമ്പോൾ നമ്മള് അയ്യോ അങ്ങനെയാണോ, എന്നാൽ ഈ വ്യക്തിക്ക് നാണക്കേട് ഉണ്ടാക്കണ്ട, എനിക്ക് ഇഷ്ടമില്ലാത്ത ഡ്രസ്സിങ് ആണ് എന്നാലും ഞാൻ അതൊക്കെ വലിച്ചു കയറ്റി ജീൻസും ടീഷർട്ടൊക്കെ വലിച്ചു കയറ്റി നടക്കുന്ന ഒരവസ്ഥ. അങ്ങനെയാണ് നിങ്ങളെ ഈ വ്യക്തി ചതിക്കുന്നത്. നിങ്ങളെ നിങ്ങളുടെ ഇഷ്ടത്തിന് ജീവിക്കാൻ സമ്മതിക്കുന്നില്ല ഈ വ്യക്തി, കേട്ടോ. അവിടെയാണ് പ്രശ്നം. ചിലപ്പോൾ ഇതൊരു വിവാഹബന്ധമായിരിക്കാം, അല്ലെങ്കിൽ നമ്മുടെ വിവാഹം നടക്കണമെങ്കിൽ എന്റെ വീട്ടുകാർ നിന്നെ ആക്സെപ്റ്റ് ചെയ്യണമെങ്കിൽ നീ ഇങ്ങനെയൊക്കെ ആവണം എന്ന് നിങ്ങളെ പറഞ്ഞു പറ്റിക്കുന്ന ഒരു എനർജി. അപ്പോ ഈ വ്യക്തിയുടെ ഇഷ്ടത്തിന് നിങ്ങൾ മാറണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് മാറാൻ പറ്റിയില്ലെങ്കിൽ വിവാഹത്തിന് പോസിബിലിറ്റി ഇല്ല എന്നൊരു പേടിപ്പിക്കൽ നടത്തുന്ന ഒരു എനർജി. അങ്ങനെ ഒരു ചതി ഇവിടെ കാണിക്കുന്നത്. ഏരീസ്, ലിയോ, സാജിറ്റേറിയസ് അതിൽ എൻജോയ് ചെയ്യുന്ന, മറ്റുള്ളവരെ പറ്റിക്കുന്നതിൽ, പറഞ്ഞു പറ്റിക്കുന്നതില്, അവരുടെ എന്താ പറയാ, ഇതൊരു തരം തമാശ എന്ന് നമ്മൾ പറയും, പക്ഷെ ഇതൊരു ക്രൂരമായ തമാശയാണിത്. Aquarius, Libra, Gemini, Taurus, Virgo, Capricorn, Cancer, Pisces, Scorpio, Aries, Aquarius, Leo, Aquarius, Libra, Gemini. എന്ന് വെച്ചാല് നിന്നെ ഈ ഒരു ഇതില് എന്റെ വീട്ടുകാരെ അക്സെപ്റ്റ് ചെയ്യില്ല, നീ ഇങ്ങനെ ചെയ്താല് വീട്ടുകാരെ അക്സെപ്റ്റ് ചെയ്യും. അപ്പൊ നീ ഇങ്ങനെ ചെയ്യണമെങ്കിൽ നീ നല്ലോണം മാറണം, പക്ഷെ അത് നിന്റെ ഇഷ്ടത്തിനല്ല, അല്ലെ. എന്ന് വെച്ചാൽ ഞാൻ ഇങ്ങനെയാണ്, എനിക്ക് മാറാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ എന്നാ പിന്നെ കല്യാണം നടക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ഒഴിവാകാൻ ശ്രമിക്കുന്ന ഒരു എനർജി ആയിട്ടാണ് ഈ വ്യക്തി കാണിക്കുന്നത്. ഈ വ്യക്തിയുടെ ഈ സ്വഭാവം മാറുമോ ഭഗവാനെ? ഈ ചതി എന്ന് പറഞ്ഞാല് പരസ്ത്രീ ബന്ധം, അങ്ങനെ മോഷണം, അതിലും വ്യത്യാസമുള്ള പലതരം ചതികളുണ്ട് ഇവിടെ. മേ ബി പോസിബിൾ ആവാം വ്യക്തിയുടെ ഫ്യൂച്ചറിൽ ഈ സ്വഭാവം മാറാതിരിക്കാം. പക്ഷെ ഇത് ഹെർമിറ്റ് ആണ് വന്നിരിക്കുന്നത്. ഇത് സ്വഭാവം മാറാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇവിടെ റിവേഴ്സിൽ വന്ന ആ ഹെർമിറ്റ് ഇവിടെ പോസിറ്റീവ് ആയിട്ട് വന്നിട്ടുണ്ട്, അപ്രൈറ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇവിടെ മാറാനായിട്ടുള്ള ചാൻസ് വളരെ കുറവാണ്. കാരണം ഇവര് മുൻവിധിയോട് കൂടിയിട്ടാണ് റിലേഷൻഷിപ്പിൽ വരാൻ പോകുന്നത്, മനസ്സിലായോ? അപ്പൊ ഈ വ്യക്തിയുടെ സ്വഭാവം മാറാൻ ബുദ്ധിമുട്ടാണെന്നാണ് പറയുന്നത്. ചിലപ്പോ ഈ വ്യക്തി ഈ വിവാഹം ആഗ്രഹിക്കുന്നില്ലായിരിക്കാം. ഇതൊരു വിവാഹത്തിലേക്ക് പോകണം എന്ന് വെച്ചാൽ ചില സമയത്ത് നമ്മള് ഒരു സിറ്റുവേഷനില്, ഇവര് ഭയങ്കരമായിട്ട് എക്സ്പെരിമെന്റ് ചെയ്യുന്ന ആളുകളാണെന്ന് വെച്ചാല് നമുക്ക് നോക്കാം, നടന്നില്ലെങ്കിൽ വേണ്ട എന്ന് ചിന്തിക്കുന്ന ഒരു എനർജികളുണ്ട്. അപ്പൊ നമ്മള് പെട്ടുപോകും അതിനകത്ത്. ഇവര് ഓക്കെ ഒരു ടെസ്റ്റ് നടത്തി നോക്കാം, ചിലപ്പോൾ നമ്മൾ തമ്മിലുള്ള റിലേഷൻഷിപ്പ് സക്സസ്ഫുൾ ആയാലോ എന്ന് പറയുന്ന ഒരു എനർജി. പിന്നീട് ആ വ്യക്തിക്ക് ഈ റിലേഷൻഷിപ്പ് സക്സസ്ഫുൾ ആവില്ല, ഇവിടെ കുറെ പ്രശ്നങ്ങളുണ്ട്. അപ്പൊ ഇതിനു വേണ്ടി ഞാൻ സമയം സ്പെൻഡ് ചെയ്യില്ല, ഈ റിലേഷൻഷിപ്പ് ബെറ്റർ ആവാൻ വേണ്ടി ഞാൻ ഇതിനകത്ത് ഒന്നും ചെയ്യില്ല എന്ന് വിചാരിക്കുന്ന ആള്, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പോകണമെങ്കിൽ പൊക്കോട്ടെ, മനസ്സിലായോ? അങ്ങനത്തെ ഒരു എനർജി. അപ്പോ നിങ്ങളെ പലതരത്തിലെ വ്യക്തി പരസ്ത്രീ ബന്ധത്തിലല്ല പറ്റിക്കുന്നത്, പക്ഷെ നിങ്ങളെ ഭയങ്കരമായിട്ട് ഒരു എന്താ പറയാ, ഒരു കോർണർ ചെയ്യുന്ന പോലെ, ഒരു വെച്ചാല്
നിങ്ങൾ ഈ കോർണറിൽ കൊണ്ട് നിർത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പോകാൻ സ്ഥലമില്ല. ഇല്ല, അങ്ങോട്ട് പോകാൻ പറ്റില്ല, കോർണറിലാണ്. നിങ്ങൾ ഇങ്ങോട്ട് വിടുന്നില്ല, അങ്ങോട്ട് വിടുന്നില്ല, നിങ്ങൾ ഇവിടെ പെട്ടു. അങ്ങനത്തെ ഒരു അവസ്ഥ ഈ വ്യക്തി ഉണ്ടാക്കി എടുക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. നിങ്ങൾക്ക് അത് മനസ്സിലായിട്ടുണ്ടാവില്ല ഇതുവരെ. കാരണം നിങ്ങൾ കുറച്ചൊരു സിമ്പിൾ ആയിട്ടുള്ള ഒരു എനർജിയാണ്. കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഭഗവാൻ സന്തോഷവും സമാധാനവും ആയിരം സൗഖ്യവും അനുഭവിച്ചു തരാൻ ഇടയാകട്ടെ എന്ന് ആശംസിക്കുന്നു. വീണ്ടും